ലോകത്തിൽ തന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡേറ്റകൾ നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇപ്സോസ്. ഇപ്സോസ് 2019 ഒക്ടോബർ മാസം 24 ഒരു സർവേ നടത്തിയിരുന്നു. അമേരിക്കയിലാണ് ആ സർവേ നടത്തിയത്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്രകാരമായിരുന്നു: ഗോസ്റ്റ് ഉണ്ടോ? അതായത് പ്രേതം ഇവിടെ ഉണ്ടോ? 45% അമേരിക്കക്കാരും മറുപടിയായിട്ട് നൽകിയത് ഗോസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ്. 55% ആളുകൾ ഗോസ്റ്റ് ഇല്ല എന്നും രേഖപ്പെടുത്തി. ഈ സർവേയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞവരോട് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഗോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അതിൽ 95% ആളുകളും പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ്. പല ആളുകളും പറഞ്ഞ് ഞങ്ങൾക്കറിയാം ഇവിടെ പ്രേതമുണ്ടെന്ന്. അവർ അതിൽ വിശ്വസിക്കുന്നുമുണ്ട്. ബാക്കി വരുന്ന 5% ആളുകളാണ് ഗോസ്റ്റിനെ നേരിട്ട് കണ്ടവർ. അവർക്കെങ്ങനെയാണ് ഗോസ്റ്റിനെ കാണാൻ സാധിച്ചത്? വെറും 5% മാത്രം എങ്ങനെയാണ് ഗോസ്റ്റിനെ കാണാൻ കഴിയുന്നത്? ഗോസ്റ്റ് ശരിക്കുമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ടും പരിശോധിക്കാൻ പോകുന്നത് ഗോസ്റ്റിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളാണ്. ശാസ്ത്രീയമായ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു റിയൽ ഇൻസിഡന്റ് കൂടി പറയാനുണ്ട്. 1925 ജൂലൈ മാസം 6 അമേരിക്കയിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ്. കോടതി വ്യവഹാരം നടക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട സാക്ഷി ഒരു പ്രേതമാണ്. ഇതിവിടെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ആ കോടതിയുടെ വിധി പ്രേതത്തിന് അനുകൂലമായിട്ടായിരുന്നു. കാരണം കോടതിക്ക് അത് നിഷേധിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. വ്യക്തമായിട്ടുള്ള തെളിവ് അവരുടെ പക്കലുണ്ടായിരുന്നു. എന്താണ് ആ സംഭവം എന്നൊന്ന് പരിശോധിക്കാം. തോമസ് ബ്ലാക്ക് വെൽഡർ, അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് വീടിന് വെളിയിൽ ആരോ ഡോറിൽ മുട്ടുന്നതായി അദ്ദേഹം കേട്ടത്. ഡോർ തുറന്നു നോക്കിയപ്പോൾ ജെയിംസ് പിങ്ക് ഷാഫിനാണ്, അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ. 20 മൈൽ അകലെയുള്ള തൻ്റെ സഹോദരനായ ജോണിൻ്റെ വീട് വരെ പോകണമെന്നായിരുന്നു പിങ്കിൻ്റെ ആവശ്യം. തോമസ് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് എന്ത് കാരണം കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വരേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. പിങ്ക് വിശദമായി തന്നെ തോമസിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിങ്കിൻ്റെ അച്ഛൻ ജെയിംസ് എൽ ഷാഫിൻ മരിച്ചിട്ടിപ്പോൾ 4 വർഷമാകുന്നു. 1921 മരണം സംഭവിച്ചത്. എന്നാൽ 1905 എഴുതിയിരുന്ന വിൽപത്രം പ്രകാരം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എല്ലാം തന്നെയും 4 മക്കളിൽ ഒരാളായ മാർഷലിന്റെ പേരിലാണ് എഴുതിയിരുന്നത്. ബാക്കിയുള്ള 3 പേർക്കും ഒന്നും തന്നെയും ലഭ്യമായിരുന്നില്ല. അച്ഛന്റെ മരണശേഷവും മകൻ പിങ്ക് സ്വപ്നത്തിൽ അച്ഛനെ കാണുമായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിക്കും അത് സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നുണ്ടെന്നാണ്. അച്ഛൻ ധരിക്കുന്ന അതേ വസ്ത്രത്തോടുകൂടി അതേ കോട്ടിൽ എപ്പോഴും വരാറുണ്ട്. എന്തൊക്കെയോ സംവദിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു വാക്കും അദ്ദേഹത്തിന് കേൾക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ അച്ഛനൊരു കാര്യം പറയുകയുണ്ടായി. അച്ഛൻ സ്ഥിരമായി ധരിക്കുന്ന കോട്ട്, ആ കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു രഹസ്യമുണ്ട്. ആ പോക്കറ്റിലാണ് യഥാർത്ഥ വിൽപത്രമുള്ളത്. 1905 എഴുതിയതാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ അതിനുശേഷം മറ്റൊരു വിൽപത്രം എഴുതിയിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോയി. ആരും അത് കണ്ടിട്ടില്ല. ആ വിൽപത്രം പോക്കറ്റിലുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ വസ്ത്രങ്ങളെല്ലാം സഹോദരൻ ജോണിൻ്റെ വീട്ടിലാണുള്ളത്. അത് ഇവിടെ നിന്നും ഏകദേശം 20 മൈലുകൾക്ക് അപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന് തെളിവുകളില്ല. ഒപ്പം ഒരു ദൃക്സാക്ഷിയും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് അയൽക്കാരനെ പിങ്ക് വിളിച്ചത്. രണ്ടുപേരും വൈകാതെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. ജോണിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. അച്ഛൻ്റെ മരണശേഷം വസ്ത്രങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് സ്റ്റോർ മുറിയിലാണ്. അവിടെ അവർ കയറി വസ്ത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ കോട്ടും കിട്ടി. ആ കോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കടലാസ് തുണ്ടാണ് കിട്ടിയത്. തീർച്ചയായിട്ടും അതൊരു വിൽപത്രമല്ല. പക്ഷേ ആ കടലാസ് തുണ്ടിൻ്റെ ഉള്ളിൽ എന്തോ എഴുതിയിട്ടുണ്ട്. റീഡ് ദ 27th chapter ഓഫ് ജെനിസിസ് ഇൻ മൈ ഡാഡീസ് ഓൾഡ് ബൈബിൾ. പിങ്കിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിനൊരു ബൈബിളുണ്ട്. ആ ബൈബിളിൻ്റെ 27ാമത്തെ ചാപ്റ്റർ അത് വായിക്കുക എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അതിൻ്റെ അർത്ഥം വിൽപത്രം അതിലുണ്ടാകുമെന്നാണ്. ആ ബൈബിൾ ഇപ്പോൾ ഇരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അത് ഇവിടെ നിന്നും അല്പം കൂടി ദൂരെയായിട്ടാണ്. അവിടേക്ക് അവർ 3 പേരും പുറപ്പെട്ടു. പിങ്കുണ്ട്, ബ്ലാക്ക് വെലുണ്ട്, അതിനോടൊപ്പം മറ്റൊരു മകനായ ജോണും ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ആ ബൈബിളിൻ്റെ ഉള്ളിൽ വിൽപത്രമുണ്ടായിരുന്നു. 2 പേപ്പറോളം വരുന്ന ഒരു വിൽപത്രം. ആ വിൽപത്രത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് തൻ്റെ സ്വത്തുക്കളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം ഒരുപോലെ തന്നെ തൻ്റെ 4 മക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന്. ഡേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1919 ജനുവരി മാസം 16. അതായത് മരിക്കുന്നതിനും 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എഴുതിയ വിൽപത്രം ഇതായതുകൊണ്ട് തന്നെ പഴയ വിൽപത്രം അസാധുവാകും. ഇത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കേസ് കോടതിയിൽ പോയി. അവിടെ പ്രധാനപ്പെട്ട സാക്ഷിയായി മാറിയത് ശരിക്കും ആ പ്രേതം തന്നെയായിരുന്നു, മരണമടഞ്ഞ അച്ഛൻ്റെ പ്രേതം. പക്ഷേ കോടതിക്ക് അത് അവഗണിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം വിൽപത്രം ഇപ്പോൾ അവരുടെ പക്കലുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിൽപത്രം.
ആ വിൽപത്രത്തിലെ കൈയക്ഷരവും ഒപ്പും ഷാഫിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ കോടതി പരിശോധനയ്ക്ക് അയച്ചു. പരിശോധന ഫലം അധികം വൈകാതെ തന്നെ ലഭ്യമായി. പോസിറ്റീവായിരുന്നു. ഷാഫിൻ്റെ അതേ കൈയക്ഷരവും അതേ ഒപ്പും തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡേറ്റ് എഴുതിയിരിക്കുന്നത് പോലും ഷാഫിൻ തന്നെയാണ്. അതുകൊണ്ട് പഴയ വിൽപത്രം ഇനി നിലനിൽക്കുകയില്ല, പുതിയ വിൽപത്രം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ജെയിംസ് പിങ്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കഥ പറഞ്ഞത്? ഒരു കഥയുമില്ലാതെ നേരിട്ട് ആ വിൽപത്രം ഹാജർ ചെയ്താൽ പോലും ആ സ്വത്തുക്കൾ എല്ലാം ഒരുപോലെ വീതം വെച്ചേനെ. കാരണം അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. കഥയുടെ ഒരു ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ ജെയിംസ് പിങ്ക് പറഞ്ഞത് വാസ്തവമായ കാര്യമാണോ? അദ്ദേഹം ശരിക്കും കണ്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രേതത്തെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അച്ഛൻ്റെ പ്രേതം നേരിട്ട് എവിടെയാണ് വിൽപത്രം ഇരിക്കുന്നതെന്ന് പറയാതെ ആ ഒരു കോട്ടിൻ്റെ കാര്യം പറഞ്ഞത്? ഇനി നമുക്ക് ആദ്യത്തെ സർവേയിലേക്ക് പോകാം. ആ സർവേയുടെ ഫലത്തെ അനലൈസ് ചെയ്യാം. ഒപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരവും കണ്ടെത്താം. അതിനുവേണ്ടി നമുക്കൊരു കമ്പ്യൂട്ടറിനെ മനസ്സിൽ കരുതാം. ഒരു കമ്പ്യൂട്ടർ, അതിന് കീബോർഡുണ്ട്, മൗസ് ഉണ്ട്, അതിൽ CPU ഉണ്ട്, അതുപോലെ മോണിറ്ററുമുണ്ട്. അതിലെ കീബോർഡ് നമ്മൾ ഊരി മാറ്റിയാലോ? കീബോർഡ് ഊരി മാറ്റിയാൽ നമുക്ക് മോണിറ്ററിലൂടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും അതിൽ ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ആ മൗസ് അങ്ങ് ഊരി മാറ്റാൻ സാധിച്ചാലോ? അപ്പോഴും മോണിറ്റർ അതേപടി അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിലേക്ക് ഡേറ്റയൊന്നും ഫീഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി മോണിറ്റർ ഓഫ് ചെയ്താലോ? നമ്മൾ നോക്കുമ്പോൾ മോണിറ്റർ ഒന്നുമില്ല, നമുക്ക് ഡേറ്റ കൊടുക്കാനും പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പ്യൂട്ടർ ഓഫാണ്. പക്ഷേ അവിടെ CPU പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൊസസ്സറിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ അതിലേക്ക് നമുക്ക് ഡേറ്റകളൊന്നും കൊടുക്കാനും സാധിക്കുന്നില്ല. പക്ഷേ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരവും. നമുക്ക് 5 സെൻസുകളുണ്ട്. ആ 5 സെൻസിലൂടെ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യുന്നത്. തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. അവിടെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകളും സംഭവിക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ അനുസരിച്ചാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ജീവിക്കുന്നത്. നമുക്ക് ഓർമ്മകളുണ്ട്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമുണ്ട്. നമ്മുടെ ഈ ഓർമ്മകൾ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ സെൻസുകളിലൂടെ തന്നെയാണ്. പല കാലങ്ങളിൽ നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും അറിഞ്ഞതും കേട്ടതുമെല്ലാം നമ്മുടെ തലയിൽ തന്നെ സേവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. തലച്ചോറിന് വലിയൊരു മേന്മയുണ്ട്. നമ്മളൊരു കാര്യം കാണുകയാണ്, പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. എങ്കിൽ പോലും പല കാര്യങ്ങളും തലച്ചോറ് നമുക്ക് പറഞ്ഞു തരും, മുൻകാല ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ. ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ പ്രേതത്തിൻ്റെ കഥകൾ തന്നെയാണ്. പ്രേതത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമേ അല്ല. പ്രേതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പ്രേതകഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകളാണ്. അതിൽ വിശ്വസിച്ചില്ല എങ്കിൽ പോലും നമ്മൾ പ്രേതത്തിൻ്റെ പല കഥകൾ കേൾക്കുമ്പോഴും പേടിക്കാറുണ്ട്, ഭയന്നു പോകാറുണ്ട്. ആ ഭയത്തിനോടൊപ്പം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തലയിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഉറക്കത്തിലും സ്വപ്നത്തിലുമൊക്കെ വരാറുമുണ്ട്. പിന്നീട് അവ്യക്തമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടാൽ നമ്മൾ ഓർത്തു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് തികട്ടി വരുന്നതാണ്. പാമ്പിനെ പോലുള്ള ഒരു വള്ളിയോ ചരടോ നമ്മൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഭയന്നു പോകും. അത് പാമ്പാണെന്നാണ് തലച്ചോറ് നമുക്ക് ആദ്യം തരുന്ന സൂചന. പിന്നീട് നമ്മൾ കണ്ണുകളുടെ സഹായത്താൽ അതിനെ തിരിച്ചറിയുകയാണ്. അത് പാമ്പാണോ അല്ലയോ എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. റേഡിയോ എന്ന ഉപകരണം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി ആദ്യമായിട്ട് റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുകയാണെന്നെടുക്കാം. വളരെ വലിപ്പമേറിയ ഒരു പെട്ടിയിലൂടെയാണ് ആ ശബ്ദം വരുന്നതെന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തി വിചാരിക്കുക? ആദ്യം വിചാരിക്കുന്നത് അവിടെ ആരെങ്കിലും പാടുന്നുണ്ടോ എന്നാണ്. അവിടെ എല്ലാം പരിശോധിച്ചു, ആരും തന്നെ പാടുന്നില്ല. ശബ്ദത്തിൻ്റെ സ്രോതസ്സ് മനസ്സിലാക്കി ചെല്ലുമ്പോൾ അതൊരു പെട്ടിക്കുള്ളിൽ നിന്നാണെന്ന് അറിയുകയാണെങ്കിൽ എന്തായിരിക്കും അയാൾ ചിന്തിക്കുക? അയാളുടെ തലച്ചോറിന് മുൻകാല അറിവുണ്ട്. ആ അറിവനുസരിച്ച് റേഡിയോ എന്ന് പറയുന്ന ഒരു വസ്തു ഈ ഭൂമിയിലില്ല. അങ്ങനെ ഒരു പെട്ടിക്കകത്തുനിന്ന് ശബ്ദം കേൾക്കുകയാണെങ്കിൽ തലച്ചോറ് പറഞ്ഞു കൊടുക്കുന്നത് ആ പെട്ടിക്കുള്ളിൽ ഒരു വ്യക്തി ഉണ്ടെന്നാണ്. അങ്ങനൊരു വ്യക്തി ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും തലച്ചോറ് പറയുക? പറയുന്നത് പല കഥകളിലൂടെയും ലഭ്യമായിട്ടുള്ള അറിവായിരിക്കും. പ്രേതകഥകൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. ആ കഥകളുടെ ഉത്തരം തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. അതിൻ്റെ ഉള്ളിൽ പ്രേതമുണ്ട്. ഇനി നമുക്ക് സർവേയുടെ അവസാന ഫലത്തിലേക്ക് പോകാം. 95% ആളുകളും പ്രേതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് കേട്ടിട്ടാണ്. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം അവരല്ല അത് കണ്ടിട്ടുള്ളത്, അവരല്ല അത് അനുഭവിച്ചിട്ടുള്ളത്, മറ്റുള്ളവർ പറഞ്ഞിട്ടാണ്. പല ആളുകളിൽ നിന്നായിരിക്കും ആ കഥ അവരിലേക്ക് എത്തിയിരിക്കുന്നത്.
കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ അത് കുറെ കൂടെ അതിശയോക്തി കലർന്ന ഒരു കഥയായി മാറുന്നത് സ്വാഭാവികമാണ്. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളൊരു കഥ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുക. ആ സുഹൃത്ത് വഴി അത് ഒരു 30-40 പേരിലേക്ക് എത്തിക്കുക. 40ാമത്തെ ആൾക്ക് ലഭ്യമാകുന്ന കഥ ആദ്യത്തെ കഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും കൂടുതൽ അതിശയോക്തി കലർന്ന ഒരു കഥയായിരിക്കും അവസാനം വരിക. ഇനി നമുക്ക് ആ 5% കണക്കിലേക്ക് പോകാം. 5% വരുന്ന ആളുകൾ നേരിട്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കാം അവർ കണ്ടിട്ടുള്ളത്? അവർക്ക് മാത്രം എങ്ങനെയാണ് കാണാൻ സാധ്യമായത്? ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കാണാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ നമുക്കൊരു ഉത്തരമാണുള്ളത്. അവർ കണ്ടിട്ടുള്ളത് അതിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ ആയിരിക്കാം. പെട്ടെന്ന് അവരുടെ തലച്ചോറ് അവർക്ക് പറഞ്ഞു നൽകിയത് അത് പ്രേതമാണെന്നാണ്. റേഡിയോയുടെ ഉദാഹരണം നമുക്കിവിടെ എടുക്കാം. റേഡിയോ അയാൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് റേഡിയോ ആണെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെട്ടിക്കകത്ത് ആളുണ്ട്. പെട്ടിക്കകത്ത് ആളില്ലെങ്കിൽ അത് പ്രേതമാണ്. പാമ്പിനെ പോലെ എന്തെങ്കിലും ഒരു വസ്തുവിനെ അയാൾ കണ്ടു കാണും. പാമ്പാണെന്ന് തലച്ചോറ് പറഞ്ഞു കൊടുത്തു കാണും. അത് വ്യക്തമാക്കിയില്ലെങ്കിൽ അത് പാമ്പായി തന്നെ നമ്മുടെ മുമ്പിൽ തുടരും. ആ വള്ളിയെ കണ്ട് നമ്മൾ ഓടിപ്പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് പാമ്പ് തന്നെയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു വള്ളിയായിരിക്കും. പ്രേതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പ്രേതത്തെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പ്രേതത്തിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും ഒരു വസ്തു കണ്ടാൽ പോലും അദ്ദേഹം തിരിഞ്ഞോടും. തലച്ചോറ് പറഞ്ഞിരിക്കുന്നത് അത് പ്രേതമാണെന്നാണ്. അയാൾ തിരിഞ്ഞോടുകയാണ്, അത് പരിശോധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രേതമായി തന്നെ തുടരുന്നതാണ്. കുറച്ചു കാലം മുമ്പ് വരെ നിരവധി ഫോട്ടോഗ്രാഫിക് ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അതിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞു പരത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴത് അധികം കാണാറില്ല. അതിൻ്റെ കാരണം ഫോട്ടോഗ്രാഫിയുടെ വളർച്ചയാണ്. പല ആളുകൾക്കും ഇതിൻ്റെ പിന്നിലുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മിക്കപ്പോഴും അത് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് തിരികെ റിഫ്ലക്റ്റ് ചെയ്ത് ആ ക്യാമറയിലേക്ക് തന്നെ വീഴുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും അതിനെല്ലാം പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭ്യമാണ്. ആത്മാവ്, പ്രേതം, പിശാച്, ഗോസ്റ്റ്, ഡെവിൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയാം, അപ്രകാരം ഒന്നും തന്നെ ഇല്ല. അതെല്ലാം പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കഥകളാണ്, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ നമ്മുടെ തലയിൽ കയറിയ കഥകളാണ്. അതിൻ്റെ പിന്നിൽ സത്യാവസ്ഥ ഒന്നും തന്നെ ഇല്ല. സത്യം നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇപ്രകാരമുള്ള ഉത്തരങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഇത്രയും നേരം കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെയിംസ് പിങ്കിൻ്റെ കഥയിലേക്ക് വരാം. ജെയിംസ് പിങ്കിന് സംഭവിച്ചതും ഇതൊക്കെ തന്നെ ആയിരിക്കും. അത് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല, കാരണം വ്യക്തമായ തെളിവുകൾ നമ്മുടെ പക്കലില്ല. പക്ഷേ ചിന്തിച്ചു നോക്കുമ്പോൾ, ഈ തെളിവുകൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഉത്തരത്തിലേക്ക് തന്നെ എത്തിപ്പെടാൻ സാധിക്കും. അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഇത്തരത്തിലുള്ള ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലായിരുന്നു. തെളിവുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം സാമ്പത്തികമായിട്ടും വളരെയധികം പിരിമുറുക്കത്തിലൂടെ കഴിഞ്ഞു പോയിരുന്നുവെന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരംശം പോലും അദ്ദേഹത്തിന് ലഭ്യമായിരുന്നില്ല. അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അത് എല്ലായ്പ്പോഴും പിരിമുറുക്കത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് അദ്ദേഹത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുണ്ടായിരുന്ന ആ അറിവ് വെളിയിൽ കൊണ്ടുവന്നത്. പക്ഷേ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് അത് പ്രവർത്തിച്ചത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പ്രേതമായി വന്നിരിക്കുകയാണ്. അച്ഛൻ ചെയ്യുന്നുവെന്ന, അല്ലെങ്കിൽ അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന പല കാര്യങ്ങളും ശരിക്കും അദ്ദേഹം തന്നെയായിരിക്കും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കോട്ടിൽ നിന്ന് ലഭ്യമായ തുണ്ടുകടലാസ്, ആ തുണ്ടുകടലാസിൽ ശരിക്കും എഴുതിയിരിക്കുന്നത് പിങ്ക് തന്നെയായിരിക്കും. അതിൽ കൈയക്ഷരത്തിൻ്റെതായിട്ടുള്ള ഒരു പഠനങ്ങളും നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു ഡീറ്റെയിലും വെളിയിൽ വന്നിട്ടില്ല. അദ്ദേഹം തന്നെയായിരിക്കാം അത് എഴുതി വെച്ചത്. ജെയിംസ് പിങ്കിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. വ്യക്തമായ തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അതൊന്നും തറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ജെയിംസ് പിങ്കിൻ്റെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.